ഹായ് ക്യൂട്ടീസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റോസ് സെറമാണ് കേട്ടോ. അപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റോസ് സെറമാണ്. നമ്മുടെ സ്കിന്നിൽ നിന്ന് ക്ലിയർ ആകാനും ഗ്ലോ ചെയ്യാനൊക്കെ ഈ റോസ് സെറം വളരെ നല്ല കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സെറമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് അടക്കാം. അതിന് മുമ്പ് പുതിയതായിട്ട് ചാനലിൽ വന്നിട്ടുള്ള പ്ലീസ് അടുത്ത റെഡ് സബ്സ്ക്രൈബ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യട്ടോ. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ സെറ റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം റോസാപ്പൂ പറിക്കാം കേട്ടോ. അപ്പോൾ റോസാപ്പൂ പറിക്കാനായിട്ട് പോകാം. ഇത് ഞങ്ങളുടെ വെണ്ട കേട്ടോ. 2 വെണ്ടയ്ക്ക് ഇതിലുണ്ട്, ബാക്കി ഉണ്ടാകും. 2 വെണ്ടയ്ക്ക ഉണ്ടായിട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ റോസാപ്പൂ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു പൂ കേട്ടോ പറിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 ഉപ്പ് കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 2 3 എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതളുകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയൊരു പാത്രത്തിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി എടുക്കുന്നത് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ്. അപ്പോൾ അത് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ആദ്യം എടുക്കുന്നത്. പിന്നെ ആദ്യം ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് തന്നിട്ടൊന്ന് ഇളക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്പൂൺ വെളിച്ചെണ്ണ എടുക്കേണ്ടത്. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ആദ്യം. അതായിട്ട് നമുക്ക് അടുത്ത 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൈം എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ വെളിച്ചെണ്ണ എല്ലായിടത്തും ഒന്നും ആകാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അടുത്തെടുക്കുന്നത് വിറ്റാമിൻ ക്യാപ്സുലാണ്, വിറ്റാമിൻ ഓയിലാണ്. അപ്പോൾ അത് ഒരെണ്ണം ഫുള്ളായിട്ട് എടുത്തോളൂ കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടല്ലോ അത് വരുന്നതാണ്. അപ്പോൾ അത് ഒരെണ്ണം ഫുള്ളായിട്ട് എടുത്തോളുക. അപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാനൊക്കെ വിറ്റാമിൻ വളരെ നല്ല കേട്ടോ. അപ്പോൾ ഓപ്പൺ പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിന് വലിയ ഓപ്പൺ പോർസിനെയൊക്കെ ഒന്ന് ചെറുതാക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. നമുക്കിനി ഇത് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഗ്യാസിലോട്ട് വെച്ചിട്ട് ചൂടാക്കി എടുക്കാം. ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന പോലെ ഇതുപോലെ ഉണ്ടോ നല്ല ബബിൾസ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ആ റോസ് പെറ്റൽസ് വരണം കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ് മതിയാവും കേട്ടോ. 2-3 മിനിറ്റ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഈ റോസിൻ്റെ ഇതളകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നല്ല ബബിൾസ് ആയിട്ട് ഇത് കണ്ടോ, നല്ല ഭംഗിയിലാണ്. അപ്പോൾ ഇതുപോലെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ വരുന്നതിനും ജസ്റ്റ് ഒന്ന് അടുപ്പിലൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തിരക്കി വരുന്ന സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ കയ്യിൽ വീഴാതെ സൂക്ഷിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കി മാറ്റി വെച്ചേക്കാണ്. ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് തണുത്തായിട്ടല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രാത്രി ഇത് ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് രാവിലെ വരെ ഒന്ന് ഇതുപോലെ തന്നെ വെച്ചേക്കാം. അതാണ് ശരിക്കും നല്ലത്. രാവിലെ വരെ ഇങ്ങനെ ഒന്ന് വെക്കുക. എന്നിട്ട് നമുക്കിത് അരിച്ചിട്ട് ചെറിയൊരു ബോട്ടിലെല്ലാം ആക്കി വെക്കാം. അപ്പോൾ ഇതിൻ്റെ 2-3 തുള്ളി എടുത്ത് രാത്രി ഡെയിലി തേച്ചിട്ട് കിടക്കുകയാണ് നമ്മുടെ സ്കിന്ന് ക്ലിയർ ആകാനൊക്കെ വളരെ നല്ലതായിരിക്കും. നല്ലൊരു നാച്ചുറൽ ഗ്ലോ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ സ്കിൻ പ്രോബ്ലംസൊക്കെ മാറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കളറായിരിക്കും. കളർ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. നല്ല പ്യുവർ വൈറ്റ് കളറായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ അന്നേരം വെക്കാനായിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ബോട്ടിലോട്ടാക്കിയിട്ട് 2-3 ഡ്രോപ്പ് ഒന്ന് മൊത്തം തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ഇടുന്നത് നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാനൊക്കെ വളരെ നല്ലൊരു ഇതാണ്. അപ്പോൾ നൈറ്റ് സെറം യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സെറം. നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സെറം കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റോസ് സെറം എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഈസി ആയിട്ട് ഇപ്പോൾ നമുക്ക് വീട്ടിൽ സാധനം മാത്രമേ ഉള്ളൂ. പുറത്തുനിന്ന് എടുക്കുന്ന വിറ്റാമിൻ ക്യാപ്സുൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കളർ ഉണ്ട്. ഈ ഒരു കളറാണ് നമ്മുടെ ഈ ഒരു റോസ് ഓയിലിന് അല്ലെങ്കിൽ റോസ് സെറത്തിന്. അപ്പോൾ ഇത് രാത്രി 2-3 ഡ്രോപ്പ് തേച്ചിട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ നല്ലൊരു സെറാണ്. നമ്മുടെ സ്കിൻ ഒത്തിരി ഡ്രൈ ആകാതിരിക്കാനും പിന്നെ സ്കിൻ ഗ്ലോ ചെയ്യാനൊക്കെ അതുപോലെ തന്നെ സ്കിൻ ടൈറ്റൻ ചെയ്യാനൊക്കെ വളരെ നല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ നെക്സ്റ്റ് തന്നെ വരുന്നതായിരിക്കും. ബൈ.